ശാസ്തമംഗലം കൗൺസിലറും ബി.ജെ.പി. നേതാവുമായ ആർ ശ്രീലേഖയെ കൊണ്ട് ആകെ പൊറുതിമുട്ടിയിരിക്കുകയാണ് ബി.ജെ.പി. നേതൃത്വം. കഴിഞ്ഞ തവണ മോദി തലസ്ഥാനത്തെത്തിയപ്പോൾ ശ്രീലേഖ മാഡം മാറി നിന്നതും കൈകൊടുക്കാനോ നമസ്കരിക്കാനോ കാലുതൊട്ട് വന്ദിക്കാനോ പോകാത്തത് ബി.ജെ.പിയിലെ പ്രാദേശിക നേതാക്കളെ നന്നായി ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് നിന്നും ജയിച്ച കൗൺസിലർമാർക്ക് ഡൽഹിയിൽ സ്വീകരണം കൊടുക്കുകയാണ്, അവരെ ആദരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ശ്രീലേഖ മാഡത്തിനും ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ താനില്ല ഇത്തരം പരിപാടിക്ക് എന്ന നിലപാടാണ് ശ്രീലേഖ മാഡം എടുത്തിരിക്കുന്നതെന്നാണ് ബി.ജെ.പി. കേന്ദ്രങ്ങൾ പറയുന്നത്. ശ്രീലേഖ മാഡത്തിന്റെ അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് ദൂരയാത്ര പറ്റില്ല എന്നാണ് പറയുന്നതെങ്കിലും ഇതിനകത്ത് രണ്ട് വ്യത്യസ്ത കാരണങ്ങൾ കൂടി ബി.ജെ.പിക്കാരെ കണ്ടെത്തുന്നുണ്ട്. ഒന്നാമത് തീവണ്ടി യാത്രയാണ്, ട്രെയിൻ യാത്രയിലാണ്. ട്രെയിൻ മാർഗമാണ് ബി.ജെ.പി. കൗൺസിലർമാർ നേരെ ഡൽഹിയിൽ എത്തുന്നത്. അത്തരമൊരു നീണ്ട യാത്ര തനിക്ക് പറ്റുകയില്ല. താൻ സാധാരണ കൗൺസിലർമാർക്കൊപ്പം യാത്ര ചെയ്ത് പോകുന്നത് ശരിയല്ല. ഒരുപക്ഷെ എങ്കിൽ നിങ്ങൾ വിമാനമാണ് അറേഞ്ച് ചെയ്തിരുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്കൊപ്പം വരുമായിരുന്നു എന്ന ഒരു സംഭാഷണം ബി.ജെ.പി. കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. മറ്റൊന്ന്, ഒരുപക്ഷെ എങ്കിൽ ശ്രീലേഖ മാഡം ഇനി വിമാനത്തിൽ പറന്ന് ഇവർ അവിടെ എത്തുമ്പോൾ, ഇവിടുന്ന് തീവണ്ടിയിൽ പോകുന്ന സാധാരണ കൗൺസിലർമാർ അവിടെ എത്തുമ്പോൾ ശ്രീലേഖ മാഡവും അവിടെ എത്തിയേക്കുമെന്ന ഒരു സൂചനയുമുണ്ട്. ഏതായാലും ശ്രീലേഖ മാഡത്തിന് മേയർ സ്ഥാനം നൽകാത്തതിലുള്ള അതീവ സങ്കടം ഉണ്ട്. അതിലുള്ള പ്രതിഷേധമാണ് ഇത്തരത്തിലുള്ള നടപടികൾ എന്നാണ് ബി.ജെ.പി. നേതൃത്വം മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, വി.കെ. പ്രശാന്തിനോട് ഉടക്കിട്ടത്, പ്രധാനമന്ത്രി വന്നപ്പോഴും പോയപ്പോഴും ഉണ്ടാക്കിയ വൈരുദ്ധ്യമായ സ്വഭാവം, മറ്റ് കൗൺസിലർമാരിൽ നിന്ന് വ്യത്യസ്തമായി എടുത്ത നിലപാട്, താനെന്തോ വലിയ സംഭവമാണെന്ന സ്വയം ധാരണ, വോട്ട് ചെയ്ത ബി.ജെ.പിക്കാർക്കോ ശാസ്തമംഗലം വാർഡിലുള്ള ജനങ്ങൾക്കോ ഒരു ഗുണവുമില്ലാത്ത പ്രവർത്തനങ്ങൾ, ഇതൊക്കെ കൊണ്ട് ശ്രീലേഖ മാഡം ഒരു തലവേദനയായി മാറിയിട്ടുണ്ട് ബി.ജെ.പി. നേതൃത്വത്തിന് എന്ന വിമർശനമാണ് പൊതുവെ ഉയരുന്നത്.